നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഈ ഒരു സ്പോട്ടിൽ ഞാൻ ദോശ കഴിക്കാൻ വന്നിട്ട് ഞാൻ ആകെ സ്റ്റെക്കായി. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ഫാമിലിയാണ് ഈ ഒരു സ്പോട്ടിൽ ദോശ കഴിക്കാൻ എത്തുന്നത്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു ദോശ ലവേഴ്സ് ആണെങ്കിൽ വിത്ത് ഫാമിലി ആയിട്ട് നല്ല അടിപൊളി ആംബിയൻസിൽ ഇരുന്ന് ദോശ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണെന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിരിക്കല്ലോ. സോ കമോൺ ഗൈസ്. രാവിലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് രാത്രി 11 മണി വരെ നിങ്ങൾക്ക് ഇവിടെ ലൈവ് ദോശ കിട്ടും. ഗീ റോസ്റ്റ്, മസാല ദോശ, പനീർ ദോശ, മഷ്റൂം ദോശ, ഊത്തപ്പം എന്നീ പറഞ്ഞ ഒരുപാടുണ്ട് ഇവിടെ. ഓരോരോ സെക്കൻഡ് കൂടുമ്പോഴും ഇവിടെ ഇങ്ങനെ ലൈവായിട്ട് ദോശ അടിച്ചോണ്ടേയിരിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതാണ് ചന മസാല ബട്ടൂര എന്നിട്ടുള്ള ഐറ്റം. എണ്ണ എത്രത്തോളം ചൂടാവുന്നോ അത്രത്തോളം ഈ ഒരു ഐറ്റം ഇങ്ങനെ പൊന്തി വരും. ഇതിന്റെ കൂടെ കടലക്കറിയും പിന്നെ ഉള്ളിന്റെ സാലഡും ഉണ്ടാവും കേട്ടോ. നോർമൽ ദോശക്ക് വെറും 80 രൂപ ഉള്ളൂ. ഇനി നിങ്ങൾ അതിൽ കൂടുതലുള്ള ഏത് ടൈപ്പ് ദോശ കഴിച്ചാലും 150 ഉള്ളിലേ നിങ്ങൾക്ക് ഇവിടുന്ന് ആവുള്ളൂ. ഓരോ ദിവസത്തെ സ്പെഷ്യൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഒരുപാട് ആളുകളാണ് ദോശ കഴിക്കാൻ എത്തുന്നത്. ഞാൻ എന്തായാലും ചെന്ന പട്ടൂരിൽ നിന്ന് അങ്ങോട്ട് തുടക്കം കുറിച്ചു. ചെറിയൊരു പീസ് മുറിച്ചെടുത്ത് കടലക്കറിയിലേക്ക് മിക്സ് ആക്കി ആ സാലഡിലേക്ക് മിക്സ് ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചു നോക്കിട്ടോ. സംഭവം ഒരു പ്രത്യേകതരം ടേസ്റ്റ് കൊള്ളാട്ടോ. പിന്നെ ഒരു കാര്യം, ഇവിടെ ദോശ കൂടാണ്ട് ഉച്ചക്ക് നല്ല ഊണും കിട്ടും കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ദോശയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഈ കാണുന്നതാണ് പനീർ ദോശ കേട്ടോ. ഇതിൽ റെഡ് ചട്ടണി, വൈറ്റ് ചട്ടണി, പിന്നെ സാമ്പാർ എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു നോക്കി. സംഭവം സൂപ്പറാണ്. ഒരു കോഫിയും കൂടി കുടിച്ചപ്പോൾ ഞാൻ സെറ്റായി. ലാസ്റ്റ് ആയിട്ട് മഷ്റൂം ദോശയും കൂടി കഴിച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടു. അപ്പോൾ ഇവിടെ പോയവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോതായി കമന്റ് ചെയ്യാൻ മറക്കരുത്. പോകാത്തവരുണ്ടെങ്കിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് നിന്നും പെരുങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ മിൽമന്റെ ഒരു സെന്റർ കാണാം. അതിന്റെ ഉള്ളിലാണ് ഈ ഒരു സ്പോട്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.